പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ അന്ന് പതിവിലും കവിഞ്ഞൊരു നിശബ്ദതയുണ്ടായിരുന്നു. കർക്കശക്കാരനായ പ്രൊഫസർ തന്റെ പ്രിയപ്പെട്ട PhD വിദ്യാർത്ഥിയെ ഒഴിഞ്ഞ ഒരു ക്ലാസ് റൂമിലേക്ക് വിളിച്ചുവരുത്തി. തുടർന്ന് ആരുമില്ലാത്ത ആ മുറിയിലിരുന്ന് ഒരു പ്രത്യേക രാഗം പാടി പരിശീലിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. എന്നാൽ പോകുന്നതിനു മുൻപ് ഒരു നിബന്ധന കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഞാൻ തിരികെ വന്ന് കേൾക്കുന്നതുവരെ നീ ഈ പാട്ട് നിർത്തരുത്. പ്രൊഫസർ പുറത്തിറങ്ങി വാതിലടച്ചു. മണിക്കൂറുകൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയി. കോളേജ് കാമ്പസ് ഒഴിഞ്ഞു. ജീവനക്കാരെല്ലാം വീടുകളിലേക്ക് മടങ്ങി. കാമ്പസിലെ വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. ചുറ്റും ഘോരമായ ഇരുട്ട് പടർന്നിട്ടും ആ യുവാവ് തന്റെ തമ്പുരുവും മീട്ടി കണ്ണുകളടച്ച് അതിൽ ലയിച്ച് പാടിക്കൊണ്ടേയിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തു. വിശപ്പോ ദാഹമോ ക്ഷീണമോ അദ്ദേഹത്തെ ബാധിച്ചില്ല. ഒടുവിൽ രാത്രി 12 മണിയോടെ ആ മുറിയുടെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. പ്രൊഫസർ അകത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം വീട്ടിൽ പോയിട്ടേയില്ലായിരുന്നു. ആ യുവാവിന്റെ ഉള്ളിലെ സംഗീതത്തോടുള്ള ഭക്തിയും ക്ഷമയും അളക്കാൻ ആ ജനാലയ്ക്കപ്പുറം മറഞ്ഞുനിന്ന് കേൾക്കുകയായിരുന്നു അദ്ദേഹം. ആ ആത്മസമർപ്പണത്തിനു മുന്നിൽ തോറ്റുപോയ പ്രൊഫസർ അന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ മുറിക്കുള്ളിൽ വെച്ച് എന്റെ പരീക്ഷ മാത്രമല്ല ജയിച്ചത്, ലോകം കീഴടക്കാനുള്ള നിന്റെ യാത്രയാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. അന്ന് ആ ഇരുട്ടുമുറിയിലിരുന്ന് പ്രൊഫസറിന്റെ പരീക്ഷ വള്ളിപുള്ളി തെറ്റാതെ ജയിച്ച ആ അപൂർവ പ്രതിഭ മറ്റാരുമല്ല, ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെ നെഞ്ചിൽ ഇടം നേടിയ പ്രശസ്ത പഞ്ചാബി സൂഫി ഗായകനും കവിയുമായ ഡോക്ടർ സതീന്ദർ സർതാജ് ആയിരുന്നു അത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കണ്ട.